ഇല്ല. മൂത്രമൊഴിച്ച് പോകുന്നതൊക്കെ പറയുമ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് മനസ്സിലായില്ലേ, ഇതിനെക്കാട്ട് ദുരന്ത സിനിമകൾ സന്തോഷപ്പെടുന്നത് ഇഷ്ടം പോലെ. കൃഷ്ണൻ രാധയും ഇതൊക്കെ സീറ്റൊക്കെ വലിച്ച് കീറിയാണ് കൈരളി തിയേറ്ററൊക്കെ പോയി അലമ്പ് കാണിച്ചത്. ഈ സിനിമ കണ്ടിട്ട് കോമഡി ഉണ്ട്, ഒരു ഫാമിലി പടമാണ്. ഇതൊക്കെ കണ്ടിട്ട് മൂത്രമൊഴിച്ചെന്നൊക്കെ പറയുമ്പം ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്കും. ആ സിനിമ കണ്ടു നോക്കണം. ഒരു കുഴപ്പമില്ല, പടത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്, വിജയുടെ സിനിമകളിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ബീസ്റ്റ്, പുലി, 2 സിനിമകളിൽ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ ആ സിനിമ മോശമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് എനിക്ക് എൻ്റെ കണക്കനുസരിച്ച് ചേട്ടാ മനപ്പുറം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം മൂത്രമൊഴിച്ചെന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ തന്നെ ആലോചിച്ച് നോക്കൂ. എന്ത് ചേട്ടാ മൂത്രമൊഴിച്ചെന്ന് പറയണം? ഈ സിനിമ എന്ത് കണ്ട് മൂത്രമൊഴിച്ചെന്ന് പറയണത്? എന്ത് കണ്ട് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ കാണുമ്പോൾ അറിയാം എന്തോ കണ്ട് മൂത്രമൊഴിച്ചെന്ന് എനിക്കറിയില്ല. ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമില്ല. കോമഡിക്ക് വിജയ് അനുസരിച്ച് കോമഡി പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ടാണ്, ആക്ഷനുണ്ട്, വിജയുടെ ആക്ഷനുണ്ട്, ക്ലൈമാക്സും എല്ലാം ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണ്. ഞാൻ നോക്കി കണ്ടിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞില്ല, മനസ്സിലായില്ല. ഇപ്പം മൂത്രമൊഴിച്ചെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അത് ആര് എറണാകുളത്താണോ? എറണാകുളത്തൊരാൾ മൂത്രമൊഴിച്ചെന്നുണ്ടെങ്കിൽ അവന് ഫസ്റ്റ് തൊട്ട് ഹാഫ് വരെ പടത്തിന് ഒരു കുഴപ്പമില്ല, അതിന് ശേഷവും കുഴപ്പമില്ല. ഇത് സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ഒന്നാമത്തെ ആക്ഷനുണ്ട്, നല്ല പാട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, മനസ്സിലായി. വിജയ് പാടിയതും എല്ലാത്തിനും ഇവിടെ കൈയടിയും ബഹളമായിരുന്നു ഈ തിയേറ്ററിൽ തന്നെ. ഞാൻ ഇറങ്ങി രണ്ടാമത്തെ ഷോയാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത് പോയി കാണുന്നതാണ്. പിന്നെ മൂത്രമൊഴിച്ചെന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും അസുഖം കാണും, വല്ല കാറില്ല, അവന് മൂത്രത്തിൻ്റെ അസുഖം കാണും, അല്ലെങ്കിൽ വേറൊന്നുമില്ല. ആ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ആശുപത്രിയിലും കാണിക്കാൻ പറ. ചേട്ടാ ഇത് യൂട്യൂബ് ഇറന്നുണ്ടെങ്കിലേ എൻ്റെ നമ്പർ വല്ല കൂടെ അവൻ എന്നെ വിളിക്കിട്ട്. അവനെ വിജയുടെ മോൻ കാണുമ്പോൾ അവന് ഇത്ര മൂത്രം. ഇതിപ്പോൾ സംഭവം വരുന്നതായിരുന്നല്ലോ, എൻ്റെ പ്രാന്തിൻ്റെ എന്തെങ്കിലും അസുഖം ഊളം പറയെ കൊണ്ടിടാൻ പറ. അത്ര എനിക്ക് പറയുള്ളൂ, വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ലാസ്റ്റ് കണ്ടതിൽ പുലി, ബീസ്റ്റ്, ഈ 2 പടവും ഞാൻ വിജയ് ഫാൻസാണ്. ഞാൻ പറഞ്ഞില്ല, ഈ 2 പടമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പടമല്ല. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ ഒരു വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പടം എന്ന് പറഞ്ഞത് എടുത്തതിൽ വെച്ച് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് ഏകദേശം പടം തീരും വരെ ഒരു ക്ലൈമാക്സ് വരെ പടത്തിന് ഒരു കുഴപ്പമില്ല. കോമഡിയുണ്ട്, ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല പാട്ട്, മ്യൂസിക്, അതെല്ലാം ഒരു കുഴപ്പമില്ല. ഒരു പടത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വില്ലൻ എന്ന് പറഞ്ഞാൽ ഡബിൾ റോളാണ് വിജയ്, ഡബിൾ റോളാണ്. പക്ഷേ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ വിജയുടെ മോനായിട്ടാണ് വില്ലനായിട്ട് പറഞ്ഞത്. പിന്നെ ഈ വില്ലനായിട്ട് വേറൊരു ആൾ വരുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പേരെനിക്കറിയില്ല. പക്ഷേ എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പടം കണ്ടത് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കാണാം. ഞാൻ 9 മണിക്കാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. 9 മണിക്ക് കണ്ടിട്ട് ഞാൻ പോയിട്ട് പിന്നെ 4:00 അടുത്ത ടിക്കറ്റ് എടുത്തതാണ്. എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല, പടത്തിന് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. ഞാൻ ഒരു വിജയ് ഫാൻ, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം തെറ്റായിട്ട് തോന്നിയിട്ടെന്ന് പറഞ്ഞാൽ വിജയുടെ 2 പടം എന്ന് പറഞ്ഞാൽ ഒന്ന് പുലി, ഒന്ന് ബീസ്റ്റ്, ഈ 2 പടത്തിന് മാത്രമേ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളൂ. ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ടത്. പക്ഷേ ഈ ഗോട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കോമഡി ഫാമിലിയാണ്, ആക്ഷനുണ്ട്, പാട്ടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. വേറെ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല.